ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തുമായിട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് സ്റ്റാർ ഓഫ് ദ ഷോ. ആദ്യം സാബുമാന്റെ അടുത്താണ് ചോദിക്കുന്നത് ആരാണ് സ്റ്റാർ ഓഫ് ദ ഷോ. സാബുമാൻ നെവിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ ഒനീലിന്റെ പേര് പറയുന്നുണ്ട്. അതേപോലെ അനുമോളുടെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നത് ആര്യന്റെ പേരാണ്. പിന്നെ നൂറയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നൂറ പറയുന്നത് അഭിലാഷിന്റെ പേരാണ്. പക്ഷെ രണ്ടുപേര് അവര് അനീഷിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ അനീഷിന്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ഷാനവാസ് ആണ് അനീഷിന്റെ പേര് പറയുന്നത് സ്റ്റാർ ഓഫ് ദ ഷോ. ഇത് അവനിവിടെ ജീവിക്കുകയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമെങ്കിലും അവനിവിടെ ജീവിക്കുകയല്ലായിരുന്നു. ഇതൊക്കെ അവന്റെ ഗെയിമാണ്. ലാലേട്ടൻ ഇപ്പൊ ചോദിച്ചു സ്റ്റോർ റൂമിലേക്ക് ഓടുന്നത് എന്താണ്, സ്റ്റോർ റൂമുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചിരുന്നു. അതൊക്കെ അവന്റെ ഗെയിമാണെന്ന് ഞാൻ പറയുന്നു. ഞാനിത് മോശമായിട്ടൊന്നും പറയുകയല്ല. പക്ഷെ ഈ സീസണിൽ എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിം അവൻ ഇവിടെ കളിച്ചിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു. അനീഷിനെ വാതോരാതെ പുകഴ്ത്തുന്നു. പിന്നെ ആദിലെ ആണെങ്കിലും എണീറ്റ് എന്നിട്ട് പറയുന്നു ഇടയ്ക്ക് കോമണർ കാർഡൊക്കെ ഇറക്കുമെങ്കിലും ഞാനുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുമെങ്കിലും എല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്ത് മുന്നോട്ട് പോകാൻ അനീഷേട്ടനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ കാലത്തും അനീഷേട്ടനെ ഓർത്തിരിക്കുന്ന രീതിയിൽ അനീഷേട്ടൻ ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആദിലെയും പറയുന്നുണ്ട് കേട്ടോ. വളരെയധികം ഹാപ്പി ആയിരുന്നു ഇതൊക്കെ കേൾക്കാനായിട്ട്. അനീഷും അതെ, അനീഷിന്റെ മുഖമൊക്കെ അങ്ങ് പ്രസന്നതയുടെ കൊടുമുടിയിലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് പ്ലസന്റ് ആയിട്ടാണ് അനീഷ് ഇരുന്നത് കേട്ടോ. ഇത്രയും സന്തോഷത്തോടെ ഒരു ചിരിയും ചിരിച്ച് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അത്രത്തോളം ഫാൻസ് അദ്ദേഹത്തിന് പുറത്തുണ്ടാവാം എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുമ്പോൾ അവിടെ ഗാലറി കൈയടിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ മ്യൂട്ട് ചെയ്താണ് നമ്മളെ കേൾപ്പിച്ചത് കേട്ടോ. അതേപോലെ നെവിൻ അനീഷിന്റെ ഗെയിമിനെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് നെവിൻ 100 കൊടുക്കുന്നുണ്ട്. സത്യസന്ധത, പിന്നെ നിലപാട്, അതേപോലെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഒരു സീസണിലും ഇത്രയധികം ഇമ്പാക്ട് ഒരു കോമണർ ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഒരു കോമണർ ആണ് ഈ സീസണിലെ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടസ്റ്റന്റ്. അവിടെയുള്ള 8 പേരിൽ 2 പേർക്ക് അങ്ങനെ തോന്നിയിരിക്കുകയാണ്. എക്സ് കണ്ടസ്റ്റൻസിന്റെ പേരുകളൊക്കെ പലരും അവിടെ പറഞ്ഞിടത്താണ് 2 പേര് അനീഷിന്റെ പേര് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം എന്തുമാത്രം ഇമ്പാക്ട് ഈ സീസണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതും കോമണർ ടാഗ് ലൈനിൽ വന്ന ഒരു കണ്ടസ്റ്റന്റ്. കഴിവുള്ളവരെ എവിടെ കൊണ്ടുപോയിട്ടാലും അവരവിടെ ശോഭിക്കും. കോമണർ ആയാലും ശരി, സെലിബ്രിറ്റീസ് ആയാലും ശരി. ഷാനവാസ് പറയുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റീസിനെ എല്ലാവരെയും കൊണ്ട് അനീഷിന്റെ പുറകെ നടത്തിപ്പിച്ച് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് അവൻ ഗെയിം കളിച്ചു. ഷാനവാസ് ആ ലെവലിൽ പോയിരുന്നുണ്ട്. എന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയല്ല എന്ന് അനീഷിന്റെ ലാലേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അവിടെ ഉള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു വാട്ട് ഈസ് അനീഷ് എന്നുള്ളത്, പുറത്ത് എന്താണെന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.